വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് മുഖത്തൊരടി. പെട്ടെന്ന് ഷോക്കേറ്റ പോലെ ഇമ്മാനുവൽ മാക്രോൺ അകത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അല്പസമയത്തിനു ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ ഭാര്യ ബ്രിജറ്റ് മാക്രോണിനൊപ്പം തിരിച്ചു വരുന്നു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ദൃശ്യങ്ങളാണിത്. ഒറ്റ നോട്ടത്തിൽ ഫേക്കാണെന്ന് തോന്നുന്ന ദൃശ്യം. ഒരു രാഷ്ട്രത്തലവനെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഒരു രാജ്യത്ത് വിമാനമിറങ്ങുമ്പോൾ സ്വന്തം ഭാര്യ ഇടിക്കുന്നു, അതും മാധ്യമങ്ങളുടെ കൺമുന്നിൽ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംശയവും കൗതുകവും ഉണർത്തിയ ആ ദൃശ്യം വ്യാജമല്ലെന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു. മാക്രോൺ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഹാനോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇമ്മാനുവൽ മാക്രോണും ഭാര്യ ബ്രിജറ്റും തമ്മിൽ എന്താണ് പ്രശ്നമുണ്ടായത്? വിശദമായി പറയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരാഴ്ച നീളുന്ന തെക്കു കിഴക്കൻ ഏഷ്യൻ പര്യടനത്തിനായാണ് തിങ്കളാഴ്ച വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് പറന്നിറങ്ങിയത്. അംഗരക്ഷകർ വന്ന് ഡോർ തുറക്കുമ്പോൾ പിന്നിൽ മാക്രോൺ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു കൈ മാക്രോണിന്റെ മുഖത്തിനു നേരെ നീളുകയും മുഖത്ത് ശക്തമായി പിടിച്ച് തള്ളുകയും ചെയ്യുന്നു. അംഗരക്ഷകർക്കും വിമാനത്തിലെ ക്രൂവിനു മുമ്പിലായിരുന്നു സംഭവം. പുറത്താണെങ്കിൽ ചാനലുകളെല്ലാം പ്രസിഡന്റിന്റെ വരവും കാത്ത് ക്യാമറയും പിടിച്ചു നിൽക്കുന്നു. പെട്ടെന്നുള്ള ഷോക്കിൽ ആദ്യം മാക്രോൺ പകച്ചു നിന്നു. തൊട്ടു പിന്നാലെ അടിയുടെ ചമ്മൽ മാറ്റാനെന്നോണം പുറത്തേക്ക് കൈവീശി കാണിക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് തന്നെ തിരിച്ചുപോയി അല്പസമയം കഴിഞ്ഞാണ് ഭാര്യയ്ക്കൊപ്പം അദ്ദേഹം മടങ്ങി വരുന്നതും വിമാനമിറങ്ങുന്നതും. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മുഖഭാവത്തോടെയായിരുന്നു ഇരുവരും പുറത്തേക്ക് വന്നത്. എന്നാൽ വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ നടന്ന സംഭവമായതിനാൽ വാർത്ത കാട്ടുതീ പോലെ പടരാൻ ഒട്ടും സമയം വേണ്ടി വന്നില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വാർത്ത ഏറ്റുപിടിച്ചു. സംഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചാരണങ്ങളും ഉണ്ടായി. അഴിച്ചയാളുടെ മുഖം ദൃശ്യത്തിൽ വ്യക്തമല്ലെങ്കിലും അത് ബ്രിജറ്റ് തന്നെയാണെന്ന് സ്ഥിരീകരണം വന്നു. മാക്രോണും ബ്രിജറ്റും തമ്മിലുള്ള കുടുംബ തർക്കമാണ് യാദൃശ്ചികമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ടതെന്ന തരത്തിൽ വരെ വിശകലനങ്ങൾ വന്നു. എന്നാൽ അത്തരം പ്രചാരണങ്ങളെല്ലാം നിഷേധിച്ച് ഇപ്പോൾ മാക്രോൺ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. താനും ബ്രിജറ്റും തമ്മിൽ ഒരു തർക്കവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദൃശ്യങ്ങൾ ചേർത്ത് വെച്ച് പുറത്തു നടക്കുന്നതെല്ലാം വ്യാജ പ്രചരണങ്ങളും വാർത്തകളും മാത്രമാണെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് വിശദീകരിച്ചു. തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഗാനും മാക്രോണും തമ്മിൽ തർക്കമുണ്ടായെന്നും ജർമ്മൻ ചാൻസലർക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കുമൊപ്പം അദ്ദേഹം ട്രെയിനിൽ കൊക്കൈൻ ഉപയോഗിച്ചെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാക്രോണിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാനും ഭാര്യയും തമാശ പറഞ്ഞ് അടികൂടുകയായിരുന്നു, അതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതിപ്പോൾ വലിയ ആഗോള വിഷയമായി മാറിയിരിക്കുന്നു എന്നതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ചിലർ പലവിധ തിയറികളുമായും വരുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആളുകൾ കണ്ടൊരു വീഡിയോ ഉണ്ട്. ഞാൻ കൊക്കൈൻ ഉപയോഗിക്കുന്നതായും തുർക്കി പ്രസിഡന്റുമായി തർക്കിക്കുന്നതായുമെല്ലാം ജനങ്ങൾ അത് കണ്ടു വിചാരിച്ചു. ഇപ്പോൾ ഞാനും ഭാര്യയും തമ്മിൽ ഗാർഹിക തർക്കമാണെന്നാണ് പുതിയ പ്രചാരണം, മാക്രോൺ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം 3 വീഡിയോ ദൃശ്യങ്ങളും ആധികാരികം തന്നെയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ദൃശ്യങ്ങളുമായി ചേർത്ത് വെച്ച് പ്രചരിക്കുന്നതെല്ലാം അവാസ്തവമാണെന്നും മാക്രോൺ വിശദീകരിച്ചു. മാക്രോണും ബ്രിജറ്റും തമ്മിലുള്ള ബന്ധവും ഇരുവർക്കുമിടയിലുള്ള പ്രായ വ്യത്യാസവും വളരെ മുമ്പ് തന്നെ മാധ്യമങ്ങളുടെ കൗതുക വിഷയമാണ്. 47കാരനാണ് മാക്രോൺ. ബ്രിജറ്റിന് 72 വയസ്സും. വടക്കൻ ഫ്രാൻസിലെ അമിയൻസിൽ മാക്രോൺ പഠിച്ച സ്വകാര്യ സ്കൂളിലെ ഡ്രാമ ടീച്ചറായിരുന്നു ബ്രിജറ്റ്. അന്ന് 15 വയസ്സുള്ള മാക്രോണും 39കാരിയായ ബ്രിജറ്റും സ്കൂളിൽ വെച്ച് സ്നേഹത്തിലാവുകയും അത് പിന്നീട് പ്രണയമായി മാറുകയും ചെയ്തു. അതേ സ്കൂളിൽ ബ്രിജറ്റിന്റെ മകളുടെ സഹപാഠി കൂടിയായിരുന്നു മാക്രോൺ. പിന്നീട് ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം 2007 ഒക്ടോബറിലാണ് മാക്രോണിനെ വിവാഹം കഴിക്കുന്നത്. വിവാഹിതരാകുമ്പോൾ മാക്രോണിന് 29ഉം ബ്രിജറ്റിന് 53ഉമായിരുന്നു പ്രായം. ആദ്യ ദാമ്പത്യത്തിൽ ബ്രിജറ്റിന് 3 മക്കളും ഉണ്ടായിരുന്നു. ബ്രിജറ്റിന്റെ ജെൻഡറിനെ ചൊല്ലി ഒരു കാലത്ത് ഫ്രാൻസിൽ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഫ്രാൻസിന്റെ പ്രഥമ വനിത ട്രാൻസ്ജെൻഡർ ആണെന്നായിരുന്നു വാദം. ജാൻ മൈക്കൽ എന്ന പേരുള്ള ഒരാൾ പേരും ലിംഗവും മാറ്റി ബ്രിജറ്റ് എന്ന പേരിൽ രംഗത്തെത്തിയതാണെന്നായിരുന്നു ഗൂഢാലോചന സിദ്ധാന്തം. ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ ബ്രിജറ്റ് പരാതി നൽകുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്നുണ്ട്.